ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനും ഒക്കെ കണ്ടതുപോലെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ അതോ എക്സ്ട്രോവേർട്ട് ആണോ എന്ന് കേട്ടോ നോക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അതിന് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾ ഇൻട്രോവേർട്ട് ആണോ അതോ എക്സ്ട്രോവേർട്ട് ആണോ എന്ന്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സോഷ്യലി ടൈം സ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യലി ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സ് ഫീൽ ചെയ്യും, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ കംഫർട്ട് ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ വെക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും. മൂന്നാമത്തെ ഓപ്ഷൻ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കുകയും നല്ല രീതിയിൽ ഇമാജിനേഷൻ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും വേസ്റ്റ് ഓഫ് എനർജി എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പോയിന്റ് എത്രയെന്നുള്ളത് നോട്ട് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ പാർട്ടീസിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നേരം വൈകി എത്തുകയും അതുപോലെ തന്നെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് കണ്ട് മാറി നിൽക്കും. മൂന്നാമത്തെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് മീറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. നാലാമത്തെ വെച്ച് കഴിഞ്ഞാൽ പോകാറേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ പോയിൻ്റ് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യാൻ മറക്കരുത്. മൂന്നാമത്തെ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റോൾ അവിടെ എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പോയിൻറ്റും കാഴ്ചപ്പാടുകളൊക്കെ അവിടെ അവതരിപ്പിക്കും. രണ്ടാമത്തെ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു ലിസണറായിട്ട് എല്ലാ കാര്യങ്ങളും കേട്ട് നിൽക്കും. മൂന്നാമത്തെ കാര്യം വെച്ചാൽ തെറ്റ് കണ്ടാൽ അവിടെ അഗ്രി ചെയ്യാനും ഡിസഗ്രി ചെയ്യാനൊക്കെ നിങ്ങൾ തയ്യാറാവും. നാലാമത്തെ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല വിഭ്രാന്തിയോട് കൂടിയിട്ട് അവിടെ മാറി നിൽക്കുന്നു കേട്ടോ, ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ പോയിന്റ് നോട്ട് ചെയ്യുക. നാലാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? നമ്മുടെ പാസഞ്ചേഴ്സിനോട് സംസാരിച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറാണോ? അതുപോലെ തന്നെ ഒരു മൂലക്കിലേക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് സീറ്റിലേക്ക് നിങ്ങൾ മാറിയിരിക്കാറാണോ? അതോ വിൻഡോ സീറ്റിലൂടെ നോക്കിയിരിക്കാറാണോ? അതോ നിങ്ങൾ എല്ലാവരെയും അവോയ്ഡ് ചെയ്യാനായിട്ട് ഇയർഫോൺസ് ചെവിയിൽ കുത്തുന്നവരാണോ? അപ്പോൾ നിങ്ങളുടെ പോയിന്റ് മസ്റ്റായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളോടൊപ്പം ഞാനും ഈ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു വ്യക്തിനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യാറെന്ന്. ഒന്നാമത്തെ നമ്മൾ അവരോട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് സ്പീക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ. രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമുക്ക് നെർവസ് ഫീൽ ചെയ്യും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ ഒരു വ്യക്തിനോട് സംസാരിക്കുന്ന പോലെ തന്നെ അവരോട് സംസാരിക്കാൻ തോന്നും. നാലാമത്തെ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതിൽ ഏതാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറെന്നുള്ളത് നിങ്ങൾ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്കേഷനോ അല്ലെങ്കിൽ ഒരു ഹോളിഡേയ്സോ ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളതെന്ന്. ഒന്നാമത്തെ വെച്ചാൽ നമ്മുടെ ഇടത്ത് തന്നെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തി അങ്ങനെ പോവാറ്. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്ഥലങ്ങളും പുതിയ പ്ലേസും പുതിയ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാറ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുക വെക്കേഷൻ ടൈമിലൊക്കെ. അതുപോലെ തന്നെ പുതിയ പ്ലേസും പുതിയ ആളുകളായിട്ടൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിതിൽ എങ്ങനെയാണ് വെക്കേഷനൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ഇടുക കേട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ താഴെ തന്നിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്നുള്ളത് നമ്മൾ ലൈബ്രറി പോയിട്ട് ബുക്സൊക്കെ റീഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്നുള്ളത് നമ്മൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയ വ്യക്തികളുമായിട്ട് ചെയ്യാൻ ആ ഒരു ടെൻഡൻസി. മൂന്നാമത്തേത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രം വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നാലാമത് നമ്മൾ പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും സോഷ്യൽ ഇവൻറ്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നത്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റി എന്നുള്ളത് താഴെ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ ഈ പോയിൻ്റൊക്കെ വെച്ചിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് അവരോട് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ വെച്ചാൽ കോൺഫിഡൻ്റ് ആയിട്ട് ഡയറക്റ്റ്ലി പോയിട്ട് പ്രപ്പോസ് ചെയ്യും. രണ്ടാമത് നമ്മുടെ ആദ്യം ഫ്രണ്ട്സ് ആവും പോയിട്ട്, എന്നിട്ട് കാര്യങ്ങളൊക്കെ. മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിൽ മാത്രം വയ്ക്കും, ആരോടും പ്രകടിപ്പിക്കുന്നില്ല. നാലാമത്തെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവും ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാവും നമ്മുടെ ഫീലിങ്സിനെ. അപ്പോൾ നിങ്ങളുടെ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാൻ മറക്കരുത്, കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ടോട്ടൽ ചെയ്തിട്ടാണ് നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്, പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോബോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റോ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓപ്ഷൻ ബി ഒറ്റയ്ക്ക് ചെയ്യാൻ, ഓപ്ഷൻ സി ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കൊള്ളാം ആ ഒരു ഡിസിഷനോ, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ഒരു ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രമാണോ. അപ്പോൾ നിങ്ങളുടെ പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്യണേ.
ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് ടോട്ടൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി കണ്ടെത്തുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് പേഴ്സണലായിട്ട് പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരുമായിട്ടാണ് ഹെൽപ്പ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്യാറ്? ഫാമിലിയുമായിട്ടാണോ അതോ ക്ലോസ് ഫ്രണ്ട്സും ആയിട്ടാണോ അതോ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരാണോ അതോ പ്രൊഫഷണൽ അല്ലെങ്കിൽ അൺനോൺ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് ചോദിക്കാറാണോ? എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കല്ലേ അറിയൂ. നിങ്ങൾ പോയിൻ്റൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ടോട്ടൽ ചെയ്ത് കിട്ടിയ പോയിൻറ്റ് 10നും 16നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങളൊരു എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് കിട്ടിയ പോയിൻറ്റ് 17നും 25നും ഇടയിലാണെങ്കിൽ നിങ്ങളൊരു റെസ്ട്രെയിൻഡ് ഇൻട്രോവേർട്ടാണ്. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പക്വതയോടുകൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടും നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ട് തോന്നുന്നത് അവരോട് മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പോകാറുള്ളൂ. കംഫർട്ട് അല്ലാത്തവരോട് നിങ്ങൾ സംസാരിക്കില്ല. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇടപെടുകയാണെങ്കിൽ കൂടെ നല്ല ഓപ്പണായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അവരോട് നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടാവും നിങ്ങൾ പെരുമാറുന്നുണ്ടാവുക. നിങ്ങൾക്ക് കിട്ടിയ പോയിൻറ്റ് 23നും 36നും ഇടയിലാണെങ്കിൽ നിങ്ങൾ ഇൻട്രോസെപ്റ്റീവ് ഇൻട്രോവേർട്ടാണെന്നാണ് കേട്ടോ അർത്ഥം. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കി കാണാനും എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും നിങ്ങൾ തനിച്ച് ഒറ്റയ്ക്കാവുമ്പോൾ മാത്രമേ ആ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. ഒരു സോഷ്യൽ ഇവൻറ്റിലൊന്നും നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാനുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല. നിങ്ങൾക്ക് കിട്ടിയ പോയിൻറ്റ് 34നും 40നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ അല്ലെങ്കിൽ പുറത്തൊക്കെ നിങ്ങൾ ആൻഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെർവസ് ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടാണെന്നാണ്, ഹൈലി ഇൻട്രോവേർട്ട് എല്ലാ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ പോയിന്റ് ഒക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ് ഒക്കെ നിങ്ങൾ താഴെ കമന്റ് ഇടുക. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏതാന്നുള്ളതും കൂടെ താഴെ കമന്റ് ഇടുക കേട്ടോ. എക്സ്ട്രോവേർട്ട് ആണോ അതോ ഇൻട്രോവേർട്ട് ആണോ, അതുപോലെ റെസ്ട്രെയിൻഡ് ഇൻട്രോവേർട്ട് ആണോ, ആ കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ഇടുക. എനിക്ക് കിട്ടിയ പോയിന്റ് വെച്ചാൽ 20 ആണ്. ഞാനും നിങ്ങളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി വെച്ചാൽ റെസ്ട്രെയിൻഡ് ഇൻട്രോവേർട്ട് ആണ് കുറച്ച്. അപ്പോൾ എൻ്റേത് അതാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു വലിയൊരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോസ് ഇടാൻ ഇൻട്രസ്റ്റ് കൂടും. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സപ്പോർട്ടും കൂടെ കാണുമ്പോൾ നമുക്ക് വേറൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണാലിറ്റി താഴെ കമന്റ് ഇടുക. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ.